എന്താ? അല്ല, തനുജയോടെ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. എന്താ കാര്യം? അന്നത്തെ പോലെ വഴിയിൽ നിന്ന് തർക്കിക്കാൻ ഒരുങ്ങല്ല ഞാൻ. തർക്കിച്ചാലും പേടിക്കുന്നവളല്ല ഞാനെന്ന് നിനക്കറിയാലോ. ആ, അതോടെ നിൽക്കട്ടെ. ഞാൻ അന്ന് ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുക. കുട്ടി ആരാ? ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം തന്നെ വീണ്ടും പറയുന്നു. കാര്യങ്ങൾ സിദ്ധാർത്ഥ് സാറിനോട് ചോദിക്കേ. അദ്ദേഹം ഉത്തരം തരും. അച്ഛൻ പറഞ്ഞത് നിങ്ങൾ പാർട്ടിയിൽ ആരുടെ മകളാണെന്നാ. ഓ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. ഞാൻ പാർട്ടിയിലെ ആളുടെ മകള് തന്നെയാ. ഒന്ന് വ്യക്തമാക്കി പറയും. വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ചോദിക്കേ. തനുജ, അന്ന് വഴിയിൽ നിന്ന് ഇതുപോലെ സംസാരിച്ച് തർക്കിച്ചപ്പോ അവസാനം നടന്നത് എന്താണെന്ന് അറിയാലോ. എന്തൊക്കെ നടന്നാലും അറിയേണ്ടത് അറിഞ്ഞാലേ പറ്റൂ. അതാ പറഞ്ഞത് വീട്ടിൽ ചെന്ന് ചോദിക്കാൻ. എനിക്കറിയാം, പാർട്ടിയിലെ പാവപ്പെട്ട അംഗങ്ങളെ അച്ഛൻ സഹായിക്കാറുണ്ട്. അങ്ങനെ അച്ഛന്റെ സഹായം പറ്റി ജീവിച്ച ആരുടെ മകളാ നീ? അച്ഛനിപ്പോ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല. അച്ഛനെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാൻ വന്നല്ലേ നീ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്ങനെയാണെങ്കിൽ എങ്ങനെന്ന് നീ കാര്യം പറഞ്ഞിട്ട് പോ. ശബ്ദം മാറി തുടങ്ങിയല്ലോ. വിരട്ടലൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി സഹോദര. സഹോദരനോ? ഞാനെങ്ങനെ നിന്റെ സഹോദരനാവുന്നേ? നീ ആരാ, എന്താ, എന്തിനാ വീട്ടിൽ വന്നെന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. 2 ദിവസം മുമ്പ് ഇതുപോലൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം എവിടെ എത്തിയെന്നറിയാലോ. ഇന്നും പോലീസുകാർക്ക് പണിയുണ്ടാക്കരുത്. പോലീസിനെ അല്ല, പട്ടാളത്തെ വേണമെങ്കിൽ വിളിച്ചോ. എന്തായാലും പറഞ്ഞിട്ട് പോയാ മതി. കിടന്ന് വെപ്രാളപ്പെടാതെ. ഞാൻ ആരാണെന്ന് ഒരിക്കൽ നിനക്ക് മനസ്സിലാവും. അന്ന് ഇതുപോലെ ആയിരിക്കില്ല നീ എന്നോട് പെരുമാറാൻ പോകുന്നേ. വിറച്ചു പോവും നീ. തനുജ, I don't have time to waste. Just ask your father. കൂടുതൽ മുഖവരെയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ആദ്യം തീയതി നോക്കിയതനുസരിച്ച് നാളെയാണ് കല്യാണം നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ കല്യാണം ഇനി അങ്ങോട്ട് നീട്ടാതെ നാളെ തന്നെ നടത്താമെന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഗിരീഷിനും അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ അന്ന് പറഞ്ഞ പോലെ ദേവീക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താം, ലളിതമായിട്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചാൽ മതിയല്ലോ. രചനയുടെ കല്യാണം ഇങ്ങനെയൊന്നും നടത്താനല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവസ്ഥകൾ മാറിപ്പോയി. പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇപ്പോഴും ചന്ദ്രോത്ത് എന്തോ സംഭവമാണെന്ന് തോന്നും. പക്ഷേ വേണ്ടമ്മേ, ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഗിരിയുടെ അമ്മയുടെ അഭിപ്രായം അറിഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാമല്ലോ. ഇനി അമ്മയെ പറയേണ്ടത്. സിദ്ധാർത്ഥൻ സാറേ, ക്ഷേത്രമുറ്റത്തേക്ക് തന്നെ പോകുന്ന എന്തിനാ? ഇപ്പം ഇവിടെ വെച്ച് തന്നെ ഒരു താലി ചാർത്തി രജനിയെ ഭാര്യയാക്കാൻ എന്റെ മകൻ തയ്യാറാ. ഒരു താലി ചാർത്തുക, രജിസ്റ്റർ ഓഫീസിൽ പോവുക, നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് അത്രയുള്ളൂ വിവാഹത്തിന്റെ ആർഭാടം. ഞങ്ങളൊന്നും പറഞ്ഞില്ലേ സർ. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കണക്ക് കൂട്ടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട.
മനസ്സുകൾ തമ്മിലുള്ള പൊരുത്താ പ്രധാനം. അത് ഞങ്ങൾ തമ്മിലുണ്ട്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.